നമസ്കാരം, എല്ലാവർക്കും ഈക്വൽസിൻ്റെ ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ചാണ്. എം.എൻ. റോയിയാണ് ആദ്യമായി ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. 1934 ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന ദിനപത്രത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിക്കുന്നത്. എന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആവശ്യപ്പെടുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സ്വരാജ് പാർട്ടിയാണ്. ശ്രദ്ധിക്കുക, പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടി, വ്യക്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് എം.എൻ. റോയ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1935 ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി ഉയർത്തുന്നത്. 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തുന്നത്. പെത്രിക് ലോറൻസ്, എ.വി. അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ് എന്നിങ്ങനെ മൊത്തം 3 അംഗങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കണമെന്നതായിരുന്നു ഇവരുടെ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള ഇലക്ഷൻ നടന്നത് 1946 ജൂലൈ 19 ആകെ 389 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. 296 സീറ്റ് ബ്രിട്ടീഷ് ഇന്ത്യക്കും 93 സീറ്റ് നാട്ടുരാജ്യങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ചിരുന്നു. ഓർത്തിരിക്കുക, 296 സീറ്റ് ബ്രിട്ടീഷ് ഇന്ത്യക്കും 93 സീറ്റ് നാട്ടുരാജ്യങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ചിരുന്നു. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം 299 സീറ്റുകളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ശ്രദ്ധിക്കുക, ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. 207 പേരായിരുന്നു അന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നത്. ഇതിൽ 9 പേർ വനിതകളായിരുന്നു. താൽക്കാലിക അധ്യക്ഷനായി സച്ചിദാനന്ദ സിൻഹയായിരുന്നു തിരഞ്ഞെടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ.ബി. കൃപലാനിയായിരുന്നു. ഓർക്കുക, ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ.ബി. കൃപലാനിയായിരുന്നു. ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികളുടെ എണ്ണവും കൂടാതെ വനിതകളുടെ എണ്ണവും, ഇത് രണ്ടിൻ്റെയും ഉത്തരം 17. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികളുടെ എണ്ണവും കൂടാതെ വനിതകളുടെ എണ്ണവും, ഇത് രണ്ടിൻ്റെയും ഉത്തരം 17. ഈ 17 മലയാളികൾ 6 പേർ തിരുവിതാംകൂറിൽ നിന്നും, 9 പേർ മദ്രാസ് അല്ലെങ്കിൽ മലബാറിൽ നിന്നും, ഒരാൾ കൊച്ചിയിൽ നിന്നുമായിരുന്നു. കൊച്ചിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു. കഴിഞ്ഞ തവണത്തെ LD ക്ലർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓർത്തിരിക്കുക, കൊച്ചിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു. 17ാമത്തെ മലയാളി എന്നത് ജോൺ മത്തായി ആയിരുന്നു. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് യുണൈറ്റഡ് പ്രൊവിൻസസിൽ നിന്നായിരുന്നു. നമ്മുടെ ഈ 17 പേരിൽ 3 പേർ വനിതകളായിരുന്നു. അവർ അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധനായിരുന്നു. 17 മലയാളികൾ 3 പേർ വനിതകളായിരുന്നു. അവർ അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരായിരുന്നു. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായും H.C. മുഖർജിയെ ഉപാധ്യക്ഷനായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയും കൂടാതെ H.C. മുഖർജിയെയും ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായും ഉപാധ്യക്ഷനായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ശ്രീ എം.എൻ. റാവു ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചിരുന്നത്. 1946 ഡിസംബർ 13 ശ്രീ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. 1946 ഡിസംബർ 13 ശ്രീ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. പിന്നീട് 1947 ജനുവരി 22 ഇത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പാസ്സാക്കുകയുണ്ടായി. 1947 ജനുവരി 22 ഇത് ഭരണഘടനാ നിർമ്മാണ സമിതി പാസ്സാക്കുകയുണ്ടായത്. ഈ പ്രമേയമാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗത്തിനായി ഈക്വൽസ് PSC കോച്ചിങ് സെൻറ്ററിൻ്റെ ഫേസ്ബുക്ക് പേജും കൂടാതെ യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക. നന്ദി.